ആൾക്കാരാണോ വെളുത്ത ആൾക്കാരാണോ കൂടുതൽ അട്രാക്റ്റീവ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഉള്ളവരോട് ചോദിക്കാം നമുക്ക് എങ്ങനെയാണ് അവരുടെ അഭിപ്രായം എന്നറിയാൻ. കറുത്ത ആൾക്കാരാണോ അതോ വെളുത്ത ആൾക്കാരാണോ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടൊരു ന്യൂസാണ്, രാമകൃഷ്ണൻ സാറിനെ സാറിന്റെ നിറത്തെ പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. അപ്പൊ അതൊരിക്കലും ആർക്കും കലാകാരൻ എന്നൊരു ഉപരി ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് എന്ന് പറഞ്ഞ ആള് ഡാൻസിന്റെ ഒരു വലിയ ആളാണ്. പിന്നെ ഈ ഞങ്ങളുടെ നാട്ടുകാരനും കൂടിയാണ്. പിന്നെ ആ സ്ത്രീ പറഞ്ഞതില് വളരെ വേടായി തോന്നുന്നുണ്ട്. കാരണം അവർക്ക് ഇത്തിരി ചെയ്യാനറിയാം, കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ ഇത്രയും ഒരു മനുഷ്യനെ കുറച്ച് കാണുന്ന ഒരാൾക്ക് കലാമണ്ഡലം എന്ന് പറയുന്ന വലിയൊരു അംഗീകാരം യോജിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഒട്ടും യോജിക്കുന്നില്ല. അവളൊക്കെ പുറത്താവണമെന്നാണ് പറയാനുള്ളത്. ആ സ്ത്രീ എന്തായാലും ഇങ്ങനത്തെ ഡാൻസ് മേഖലയിൽ പഠിപ്പിക്കാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാറുള്ളത്. അപ്പൊ കറുത്ത മനുഷ്യർക്കും ജീവിക്കണം അല്ലേ? അത് നാച്ചുറലായി വരുന്നതല്ലേ, അത് നമ്മ ഉണ്ടാക്കണതൊന്നല്ലല്ലോ, തന്നെ വരുന്നതല്ലേ. അപ്പൊ പിള്ളേരും എന്ത് കാര്യമില്ല. അപ്പൊ അത് ആ ചിന്താഗതി ആ ചേച്ചിയുടെ മാറ്റേണ്ടതാണ്. കറുത്ത ആൾക്കാരാണ് ഇഷ്ടം വെളുത്ത ആൾക്കാരാണ് ഇഷ്ടം? അങ്ങനൊക്കെ ചോദിച്ചാ അങ്ങനെ വെളുത്തിടുന്ന കറുത്തിടുന്നൊന്നുമില്ല, എല്ലാരും ഒരുപോലെ. ഇപ്പൊ കൊറേ ന്യൂസിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ചാ ആ പറയുന്ന ആളും അത്ര വെളുത്ത ആളൊന്നും അല്ല. കറുപ്പിനോട് ഇത്ര വെറുപ്പ് എന്താണെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ഞാൻ ഫെയർ എന്നോ ബ്ലാക്ക് എന്നോ വെച്ചൊന്നും അല്ല ഞാൻ ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ടുള്ളത്. അപ്പം കറുപ്പിലും വെളുപ്പിലൊന്നും കാര്യമില്ല, അത് ക്യാരക്ടറാണ് വേണ്ടത്. കറുപ്പായാലും വെളുപ്പായാലും കാര്യമില്ലല്ലേ? Why black is always attracted to everyone. White is a peaceless color. അപ്പം ബ്ലാക്ക് സ്കിൻ കളറാ ചോദിച്ചത്. ഈക്വാലിറ്റി ആണ് എനിക്ക്. ബ്ലാക്കും കളറും മീൻസ് ഡ്രസ്സ് ബാക്കി ഇതിന്റെ കളർ ഉദ്ദേശിച്ചത്. എനിക്ക് ഈക്വൽ ആണ് രണ്ടും. ഇപ്പൊ എല്ലാരും വൈറ്റ് ആണ് നല്ലത് അല്ലെങ്കിൽ ബ്ലാക്ക്? ബ്ലാക്ക് സ്കിൻ ആണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഫോർ ഈക്വൽ എല്ലാവർക്കും. അപ്പൊ ബ്ലാക്ക് ആണ് കൂടുതൽ അട്രാക്റ്റീവ് എന്നാ പറയണത്? ബ്ലാക്ക് ആണ് വൈറ്റേക്കാളും കൂടുതൽ അട്രാക്റ്റീവ് എനിക്ക് തോന്നുന്നത് തന്നെയാണ്. സ്കിൻ ടോൺ നോർമലി എല്ലാവർക്കും ഒരേപോലെ തന്നെയല്ലേ, ചിലപ്പോൾ ചേഞ്ച് ആവാം, ചിലപ്പോൾ ഡെഡ് ആവാം, യൂസ് ആവും. ഈ രണ്ട് കളറിനെയും എന്താ പറയുന്നുണ്ടല്ലോ, ഈക്വലി അല്ലാണ്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാം ഈക്വൽ ആണ്. നമുക്ക് ചേച്ചിക്ക് ഒരു സ്കിൻ മാറണമെങ്കിൽ മാറാം. ചേച്ചി ചിലപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ സ്കിൻ മാറാം, കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പറ്റുമല്ല. രണ്ടും ഈക്വൽ ആണല്ലേ? കറുത്തത് എന്തുകൊണ്ടാ? അവർക്കെല്ലാം ഒരു പ്രത്യേക ഭംഗിയുള്ളത്. ഇപ്പൊ വെളുത്തിരുന്നിട്ടെന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇട്ടാലും ഇതായിട്ടിരിക്കും, ബട്ട് അവർക്കൊരു നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സിലും മിക്കവരിലും ഇതുകൊണ്ട് എനിക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് കറുപ്പിന് എന്താ ഇത്ര കുറവ്? പല സ്റ്റേറ്റ്മെന്റും വരാറുണ്ട്, കണ്ടിട്ടില്ലേ? അപ്പൊ അതിനെ ആ പെണ്ണുമ്പിള്ളക്ക് വേറെ പണിയൊന്നുമില്ല, അത്രേ ഉള്ളൂ സംഭവം. വെറുതെ കറുപ്പല്ലേ? അതെ, എന്തുകൊണ്ടായിരിക്കും? അങ്ങനെയല്ലടോ, കറുപ്പ് വെളുപ്പൊന്നൊന്നുമില്ല, മനുഷ്യരല്ലേ എല്ലാരും. ഇപ്പൊ ഇത്രയും വെളുത്തിരുന്ന ഇപ്പൊ ഐശ്വര്യയുടെ മുഖത്ത് ചിക്കൻ ബോസ് വന്നു കഴിഞ്ഞാൽ കുറെ പാട് വന്നാൽ തീർന്നില്ല. എത്രയൊക്കെയല്ലേ ഉള്ളു കറുപ്പിനും വെളുപ്പിനും ഒക്കെ. ആ പെണ്ണുമ്പിള്ളക്ക് ഭ്രാന്താണ്. നമ്മളെല്ലാരും മനുഷ്യരായിട്ടല്ലേ കാണുന്നത്, അല്ലേ? മനുഷ്യരാണ്. ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ? ചെലവില്ല, അടുത്തുണ്ടായിരുന്നു നല്ല ഇടിച്ചാണ്. പുള്ളിക്ക് നല്ല സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ട്, അറിഞ്ഞുന്നുണ്ട്. അതുകൊണ്ടൊന്നല്ല, നല്ല ഇടിക്കും. അത് ഇടിച്ചു തീർക്കണം അവളെ. എന്നാ പറയാനാണ്? മോശമാണ് വർത്താനാണ് പറഞ്ഞത്, തീർച്ചയായിട്ടും മോശപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. മനുഷ്യരാണ് എല്ലാവരും, അത്രയും കണക്കാക്കിയാൽ മതി. അതിനകത്ത് കളറോ അതോ ഇതൊന്നുമില്ല. കളർ ഏതായാലും കുഴപ്പമില്ല, ബ്ലാക്കിനും കുഴപ്പമില്ല എന്നാ പറയണ. കറുപ്പും വെളുപ്പും മാത്രമല്ലോ, പാണ്ട് പിടിച്ചവരല്ലേ എൻ്റെ കൂട്ടുകാരല്ലോ. എത്ര പേര് നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. അത് കളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കൂലല്ലോ, ഫേസിലെ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ടിരിക്കല്ലേ അട്രാക്ഷൻ. ഇപ്പം കുറെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആ പറഞ്ഞ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വിവരമില്ലാത്ത ആളാണ്. അത് നമുക്ക് അവരുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ആളെ വെച്ചിട്ട് നമ്മൾ വാല്യൂ ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ഇപ്പം നമ്മളെപ്പോലുള്ളവർക്ക് തന്നെ അറിയാം, ഇപ്പോഴത്തെ ഒരു ജനറേഷന് നല്ല വിവരമുണ്ട് കളേഴ്സിനെ പറ്റിയിട്ട്. ഇപ്പോൾ
എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞങ്ങൾ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുവരെ ആ ആള് പറയുന്നതിന് തൊട്ട് മുന്നേ വരെ അങ്ങനെ കളർ കൊണ്ടിട്ടുള്ളൊരു ഡിസ്ക്രിമിനേഷൻ ഇതുവരെ അങ്ങനെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരാൾ പറഞ്ഞപ്പോഴാണ് അയ്യോ ഇങ്ങനെ ഒരു സംഭവം ആൾക്ക് ഇത്രയും വിവരം ഇല്ലായിരുന്നോ എന്ന് തോന്നിയത്. അങ്ങനെ കളർ കൊണ്ടിട്ട് ഒരിക്കലും സൗന്ദര്യത്തെ വേർതിരിക്കാൻ പറ്റത്തില്ല. ഐ തിങ്ക് ബ്ലാക്ക്. വൈ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക്. അതുകൊണ്ട് ബ്ലാക്ക്. എനിക്ക് വൈറ്റിനോട് അധികം താല്പര്യമില്ല. എനിക്ക് ബ്ലാക്ക് ഇഷ്ടം. കറുത്ത ആൾക്കാരാണോ വെളുത്ത ആൾക്കാരാണോ കൂടുതൽ അട്രാക്റ്റീവ്? ബ്ലാക്ക്. അവർ നല്ല കാണാൻ ക്യൂട്ടായിരിക്കും. എനിക്ക് ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബ്ലാക്ക് ആണ്. അല്ല, ഇപ്പൊ കുറെ സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ചാണെങ്കിൽ ആൾക്കാർ ചിന്തിക്കണില്ല. ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ വൈറ്റ് ആണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണേന്നൊക്കെ പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ബ്ലാക്ക് ആയിരിക്കും കൂടി ഭംഗിയല്ലേ? അട്രാക്റ്റീവാ. അത് കളർ ഡിപ്പെൻഡ് ചെയ്തല്ല. ഓരോ ആൾക്കാർ ഇപ്പൊ കാണുമ്പോ ഞാൻ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഇപ്പൊ പല സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കറുത്ത ആൾക്കാർ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇല്ല, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാനുള്ള. എനിക്ക് കളർ വെച്ചിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരാൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ഭംഗി തോന്നുന്നത് കളർ വെച്ചിട്ട് ഞാൻ നോക്കാറില്ല. അപ്പൊ അങ്ങനെ കളർ വെച്ചിട്ട് നോക്കേണ്ട കാര്യമില്ലല്ലേ? ഇല്ല, കളർ വെച്ച് നോക്കേണ്ട കാര്യമില്ല.